ഓസ്ട്രേലിയക്കെതിരായ 4ാം T20ക്കുള്ള ഇന്ത്യൻ ടീമിലും സഞ്ജു സാംസൺ തഴയപ്പെട്ടിരിക്കുകയാണ്. 3ാം മത്സരത്തിൽ ഒഴിവാക്കപ്പെട്ട സഞ്ജുവിന് പകരമെത്തിയ ജിതേഷ് ശർമ്മ അവസരം മുതലാക്കിയിരുന്നു. ഇതോടെ 4ാം മത്സരത്തിലും ജിതേഷ് ടീമിൽ തുടർന്നു. സഞ്ജുവിന് ബെഞ്ചിൽ ഇരിക്കേണ്ടതായും വന്നു. പ്ലേയിങ് 11ൽ മാറ്റമില്ലാതെ ഇന്ത്യ ഇറങ്ങിയത് സഞ്ജു ആരാധകരെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. സഞ്ജുവിന്റെ ഭാവി തന്നെ ഇപ്പോൾ വലിയ അനിശ്ചിതത്വത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ തോറ്റുകൊടുക്കാൻ താൻ തയ്യാറല്ലെന്ന് തെളിയിക്കുകയാണ് സഞ്ജു. 4ാം T20 മത്സരത്തിന് മുമ്പ് സഞ്ജു സാംസൺ ചെയ്ത കാര്യം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. 4ാം T20യിൽ ഇന്ത്യൻ ടീം വാമപ്പിന് ഇറങ്ങുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് സഞ്ജു മൈതാനത്തിൽ ഇറങ്ങി. കുറെ സമയം ബാറ്റിംഗ് പരിശീലനം നടത്തിയാണ് സഞ്ജു മടങ്ങിയത്. പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും അനുവാദത്തോടെ തന്നെയാണ് സഞ്ജു ഇത്തരമൊരു നീക്കം നടത്തിയതെന്നാണ് സൂചന. പ്ലേയിങ് 11ൽ ഇടമില്ലെന്ന കാര്യം ഇന്നലെ തന്നെ പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെ കരുതണം. സഞ്ജുവുമായി ഗൗതം ഗംഭീർ ഏറെ നേരം സംസാരിച്ചിരുന്നുവെന്ന റിപ്പോർട്ട് റേവ് സ്പോർട്സ് ഗ്ലോബൽ പുറത്തുവിട്ടിരുന്നു. സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കം ശക്തമായി നടക്കുന്നതിനിടയിൽ തോറ്റുകൊടുക്കാതെ കഠിനമായ പരിശീലനം നടത്തുന്ന സഞ്ജുവിന്റെ മനോഭാവത്തിന് കൈയടിക്കുകയാണ് ആരാധകർ. സഞ്ജു ഇന്ത്യയുടെ പ്ലേയിങ് 11ലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന പരിശീലന സെഷനിൽ മറ്റു താരങ്ങളെക്കാൾ കൂടുതൽ സമയം സഞ്ജു നെറ്റ്സ് പരിശീലനം നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സഞ്ജു സാംസണെയും ജിതേഷ് ശർമ്മയെയും ഒരേ സമയം നെറ്റ്സിൽ പരിശീലിപ്പിക്കുന്നതും കാണാനായി. ഓപ്പണറായി 3 സെഞ്ചുറി നേടിയ സഞ്ജുവിനെ മധ്യനിരയിലേക്ക് എത്തിച്ചതും പിന്നീട് 3ാം നമ്പറിൽ കളിപ്പിച്ച ശേഷം പ്ലേയിങ് 11ൽ നിന്ന് തഴഞ്ഞതുമെല്ലാം ടീമിന്റെ പരീക്ഷണങ്ങളുടെ ഭാഗമാണെന്ന് തന്നെയാണ് മാനേജ്മെന്റ് നൽകുന്ന സൂചന. T20 ലോകകപ്പ് വരാനിരിക്കെ സഞ്ജുവിനെ ഉൾപ്പെടെ എല്ലാ താരങ്ങളുടെയും കരുത്ത് പരീക്ഷിക്കാനുള്ള നീക്കമാണ് ഗൗതം ഗംഭീർ നടത്തുന്നത്. ഇക്കാര്യം ഗംഭീർ തന്നെ തുറന്നു പറയുകയും ചെയ്തു. ഇന്ത്യയുടെ പല താരങ്ങളുടെയും ഫോം മോശമായതിനാൽ ഗംഭീറിന് മുന്നിൽ ചോദ്യങ്ങളേറെയാണ്. വരാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും ഗംഭീർ ശ്രമിക്കുക. സഞ്ജുവിനെ ഒറ്റയടിക്ക് തഴയാൻ ഗംഭീർ തയ്യാറായേക്കില്ല. സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയറിൽ ഏറ്റവും പിന്തുണ നൽകിയ പരിശീലകനാണ് ഗൗതം ഗംഭീർ. ഈ സാഹചര്യത്തിൽ ഗംഭീർ സഞ്ജുവിന്റെ കരിയർ തകർത്ത് കളയുന്ന രീതിയിൽ നീക്കം നടത്തിയേക്കില്ലെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. 32-കാരനായ ജിതേഷ് ശർമ്മക്കും അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഏഷ്യകപ്പിലടക്കം ബെഞ്ചിലിരിക്കുകയായിരുന്നു ജിതേഷ്. IPLലൂടെ മികവ് തെളിയിച്ചിട്ടുള്ള ജിതേഷിനെയും പരീക്ഷിക്കേണ്ടതായി വരും. പക്ഷെ സഞ്ജുവിന്റെ കരിയറിനെ തകർത്തുകൊണ്ടാകരുത് ഇതെന്നാണ് ആരാധകരുടെ അഭിപ്രായം. എന്തായാലും സഞ്ജു വലിയ പ്രതിസന്ധികളെ മറികടന്ന് ഇന്ത്യൻ ടീമിലെത്തിയ താരമാണ്. സഞ്ജുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമാണിത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ അത് നഷ്ടപ്പെടുത്താൻ സഞ്ജു തയ്യാറല്ല. ഇത് വ്യക്തമാക്കുന്ന തരത്തിലാണ് സഞ്ജു ഇപ്പോൾ കഠിനമായി പരിശീലനം നടത്തുന്നത്. സഞ്ജു മണിക്കൂറുകൾക്ക് മുമ്പ് ഗ്രൗണ്ടിലേക്ക് എത്തിയെന്ന കാര്യം ഇന്നത്തെ പ്രീ മാച്ച് അനാലിസിസിനിടയിലും എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. 5ാം T20യിൽ സഞ്ജുവിനെ കളിപ്പിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. നിലവിലെ മാറ്റങ്ങൾ ടീമിന്റെ പരീക്ഷണം മാത്രമാണെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം സഞ്ജുവിന് വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത്. ഇന്ത്യയുടെ ടീം പ്രഖ്യാപിച്ച എക്സ് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഇതിൽ ഗില്ലിനെ ഓപ്പണറാക്കി തുടരുന്നതിലുള്ള വിമർശനവുമുണ്ട്. ഗില്ല് 4ാം T20യിൽ 39 പന്തിൽ 46 റൺസാണ് നേടിയത്. 118-നടുത്താണ് ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ്. 5ാം ഓവറിൽ 4ാം പന്ത് ബൗണ്ടറി അടിച്ചതിന് ശേഷം പിന്നെ ഇന്നിംഗ്സിലെ 14ാം ഓവറിലാണ് ഗില്ല് പന്ത് അതിർത്തി കടത്തിയത്. റൺസ് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും വേഗത കുറഞ്ഞ ഇന്നിംഗ്സ് ആയിരുന്നു ഗില്ലിന്റേത് എന്ന കാര്യത്തിൽ സംശയമില്ല. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.